നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഇതുവരെ നമ്മൾ കണ്ട പ്രളയങ്ങളും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇവയൊക്കെയാണോ പ്രകൃതി ദുരന്തങ്ങളുടെ പരമാവധി ശേഷി? അതോ ഇതിലും ഭീകരമായ എന്തോ ഒന്ന് വരാനിരിക്കുന്നുണ്ടോ? ശാസ്ത്രലോകം പറയുന്നത് നമ്മൾ കണ്ടതൊന്നും ഒന്നുമല്ല എന്നാണ്. നമ്മുടെ ഈ ഭൂമി ഏകദേശം 450 കോടി വർഷം പഴക്കമുള്ളതാണ്. ഈ ദീർഘകാല അളവിൽ പലതവണ ലോകം അപ്പാടെ മാറിമറിഞ്ഞിട്ടുണ്ട്. സമുദ്രങ്ങൾ കരയായതും ജീവവർഗങ്ങൾ കൂട്ടത്തോടെ വംശനാശം സംഭവിച്ചതും ചരിത്രമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആധുനിക സൗകര്യങ്ങൾക്കിടയിൽ പ്രകൃതിയുടെ ശക്തിയെ നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നു. സൂപ്പർ വോൾക്കാനോകൾ, മെഗാ സുനാമികൾ, കാന്തിക ധ്രുവങ്ങളുടെ മാറ്റം കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നാം. എന്നാൽ ഇവ കേവലം ഭാവനയല്ല. ശാസ്ത്രജ്ഞർ ഇത്തരം സാധ്യതകളെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള ടൈം ലൈൻ നമ്മൾ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള 5 മഹാദുരന്തങ്ങളെക്കുറിച്ചാണ്. ഇത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ശാസ്ത്രം നൽകുന്ന ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാനാണ്. മെഗാ ഭൂകമ്പങ്ങൾ. ഭൂകമ്പങ്ങൾ നമുക്ക് പരിചിതമാണ്. എന്നാൽ സാധാരണ ഭൂകമ്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റിക്ടർ സ്കെയിലിൽ 9 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്നവയാണ് നമ്മൾ മെഗാ ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. റിക്ടർ സ്കെയിലിലെ ഓരോ പോയിന്റ് വർധനവും 32 മടങ്ങ് കൂടുതൽ ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു 9.0 തീവ്രതയുള്ള ഭൂകമ്പം 8.0 തീവ്രതയുള്ള ഭൂകമ്പത്തേക്കാൾ 30 മടങ്ങിലധികം ശക്തമായിരിക്കും. ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള കാസ്കേഡിയ സബ്ഡക്ഷൻ സോണിലേക്കാണ്. ഇവിടെയുള്ള പ്ലേറ്റുകൾ വർഷങ്ങളായി പരസ്പരം തെന്നിമാറാൻ ശ്രമിക്കാതെ ലോക്കായി കിടക്കുകയാണ്. ഇവിടെ ഒരു വലിയ ഭൂകമ്പമുണ്ടായിട്ട് ഏകദേശം 300 വർഷത്തിലേറെയായി. ഇതിനർത്ഥം അവിടെ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ അതിഭീമമായ ഊർജം അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നാണ്. 1964 അലാസ്കയിലുണ്ടായ ഭൂകമ്പം 4.5 മിനിറ്റോളം നീണ്ടുനിന്നു. ഇത്തരം മെഗാ ഭൂകമ്പങ്ങൾ ലിക്വിഫാക്ഷൻ എന്ന പ്രതിഭാസത്തിന് കാരണമാകും. ഉറപ്പുള്ള മണ്ണ് പെട്ടെന്ന് ചെളി പോലെയാവുകയും കെട്ടിടങ്ങൾ മണ്ണിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്യും. ഇതിലും ഭീകരമായത്, ഈ കുലുക്കം സമുദ്രത്തിനടിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് സൃഷ്ടിക്കുന്ന സുനാമികൾക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയുണ്ടാകും. അതായത് ഒരു ജെറ്റ് വിമാനത്തിന്റെ വേഗത. ഈ തിരമാലകൾ ഒരു വൻകരയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നാശം വിതയ്ക്കും. ഇവ തീരത്തെത്തുമ്പോൾ 30 മീറ്ററിലധികം ഉയരമുള്ള ഒരു ജലമതിലായി മാറാനും സാധ്യതയുണ്ട്. ഹൈപ്പർ ചുഴലിക്കാറ്റുകളും ആഗോള പ്രളയവും. ആഗോളതാപനം വെറുമൊരു കാലാവസ്ഥാ വ്യതിയാനമല്ല, അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്ന ഒന്നാണ്. സമുദ്രജലത്തിന്റെ താപനില ഉയരുമ്പോൾ ചുഴലിക്കാറ്റുകൾക്ക് ലഭിക്കുന്ന ഊർജം ഇരട്ടിയാകുന്നു. സാധാരണയായി സമുദ്ര താപനില 26.5 ഡിഗ്രി സെൽഷ്യസ് കടക്കുമ്പോഴാണ് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത്. എന്നാൽ താപനില ഇതിലും ഉയർന്നാൽ എന്ത് സംഭവിക്കും? നിലവിൽ നമ്മൾ കാറ്റഗറി 5 വരെയാണ് ചുഴലിക്കാറ്റുകളെ തരംതിരിക്കുന്നത്. ചില ശാസ്ത്രീയ മോഡലുകൾ മുന്നറിയിപ്പ് നൽകുന്നത് നിലവിലെ ചുഴലിക്കാറ്റുകളേക്കാൾ പല മടങ്ങ് ശക്തമായ സിദ്ധാന്തപരമായ ഹൈപ്പർ കേനുകൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളിലേക്ക് ഭൂമി നീങ്ങുന്നു എന്നതാണ്. ഒരു ഹൈപ്പർ കേനിന് സ്ട്രാറ്റോസ്ഫിയറോളം ഉയരാൻ കഴിയും. ഇത് ഭൂമിയുടെ ഓസോൺ പാളിയെപ്പോലും തകരാറിലാക്കാൻ സാധ്യതയുണ്ട്. ഈ കാറ്റുകൾക്ക് ഇന്ന് നമുക്ക് പരിചിതമായതിനേക്കാൾ വളരെ അധികം വേഗതയും ഊർജവും ഉണ്ടാകാം. മഞ്ഞുരുകി സമുദ്രനിരപ്പ് ഉയരുന്നത് ഈ ദുരന്തത്തിന്റെ ആക്കം കൂട്ടും. മഞ്ഞുപാളികൾ ഉരുകുന്നത് മൂലം സമുദ്രനിരപ്പ് കേവലം 1 മീറ്റർ ഉയർന്നാൽ പോലും ലോകമെമ്പാടുമുള്ള 15 കോടി ജനങ്ങൾ വീടില്ലാത്തവരാകും. ലക്ഷക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന മുംബൈ, കൊച്ചി, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ തീരദേശ നഗരങ്ങൾ അടുത്ത ഏതാനും ദശകങ്ങളിൽ തന്നെ ഗുരുതരമായ വെള്ളപ്പൊക്ക ഭീഷണിയിലാകും. സമുദ്രം കരയെ വിഴുങ്ങുന്ന സ്റ്റോം സർജ് ആയിരിക്കും വരുംകാലത്തെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധി. സൂപ്പർ വോൾക്കാനോ സ്ഫോടനം.
നമ്മൾ സാധാരണ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ സൂപ്പർ വോൾക്കാനോ എന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ അളക്കുന്ന വോൾക്കാനിക് എക്സ്പ്ലോസിവിറ്റി ഇൻഡെക്സിൽ VEI 8ാം സ്ഥാനത്താണ് ഇവ വരുന്നത്. ഉദാഹരണത്തിന്, അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിന്റെ അടിയിൽ വിശ്രമിക്കുന്ന ഭീമൻ മാഗ്മ ശേഖരം. ഇതൊരു തവണ പൊട്ടിത്തെറിച്ചാൽ ആയിരക്കണക്കിന് ക്യൂബിക് കിലോമീറ്റർ ചാരവും വിഷവാതകങ്ങളും പുറന്തള്ളപ്പെടും. ഇത് അമേരിക്കയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കും. ചാരം അന്തരീക്ഷത്തിൽ മാസങ്ങളോളം തങ്ങി നിൽക്കുന്നതിനാൽ സൂര്യപ്രകാശം ഭൂമിയിലെത്തില്ല. സൾഫർ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയിൽ ഒരു വോൾക്കാനിക് വിൻഡർ സൃഷ്ടിക്കുകയും ചെയ്യും. ലോകത്തിന്റെ ശരാശരി താപനില പല ഡിഗ്രികൾ വരെ പെട്ടെന്ന് കുറയും. സൂര്യപ്രകാശമില്ലാതെ ചെടികൾ നശിക്കും, കൃഷിയില്ലാതാകും. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ആഗോള ക്ഷാമം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യും. ഭൂമിയുടെ ചരിത്രത്തിൽ മുൻപുണ്ടായ ഇത്തരം സ്ഫോടനങ്ങൾ പല ജീവിവർഗങ്ങളെയും വംശനാശത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ഏകദേശം 74,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിൽ നടന്ന ടോബ സൂപ്പർ വോൾക്കാനോ സ്ഫോടനം കാരണം ഭൂമിയിലെ മനുഷ്യരാശി വംശനാശത്തിന്റെ വക്കിലെത്തിയ ഒരു പോപ്പുലേഷൻ ബോട്ടിൽ നെക്ക് അവസ്ഥയിലേക്ക് നീങ്ങി. അന്നുണ്ടായ വോൾക്കാനിക് വിന്റർ വർഷങ്ങളോളം നീണ്ടുനിന്നു. ഇതിന്റെ ഫലമായി ലോകത്തിന്റെ ശരാശരി താപനില പല ഡിഗ്രികൾ വരെ പെട്ടെന്ന് കുറഞ്ഞുവെന്ന് ശാസ്ത്രലോകം കരുതുന്നു. ഗ്രേറ്റ് ഡ്രോട്ട്, മഹാവരൾച്ച, ഒരു വശത്ത് പ്രളയമാണെങ്കിൽ മറുവശത്ത് വരാനിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വരൾച്ചയാണ്. ഭൂമിയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കയിലെ മിഡ്വെസ്റ്റ്, ഏഷ്യയിലെ സമതലങ്ങൾ എന്നിവ വർഷങ്ങളോളം മഴയില്ലാതെ കരിഞ്ഞുണങ്ങും. ഇതിനെ മെഗാ ഡ്രോട്ട് എന്നാണ് വിളിക്കുന്നത്. ഇവ 10-20 വർഷമല്ല, മറിച്ച് നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്നേക്കാം. കാലാവസ്ഥാ വ്യതിയാനം മഴയെ കുറയ്ക്കുന്നതിലുപരി മഴ പെയ്യുന്ന രീതിയെ തന്നെ അസ്ഥിരമാക്കുകയാണ്. നദികൾ വറ്റുന്നതും ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതും കുടിവെള്ളത്തെ സ്വർണത്തേക്കാൾ വിലയുള്ള ഒന്നാക്കി മാറ്റും. ലോകചരിത്രത്തിലെ പല വലിയ സാമ്രാജ്യങ്ങളും തകർന്നത് യുദ്ധങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദീർഘകാലം നീണ്ടുനിന്ന വരൾച്ച കൊണ്ടാണ്. ജലക്ഷാമം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാകും. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ സിന്ധു, ഗംഗാ നദികളെ ആശ്രയിച്ചു കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ വരാനിരിക്കുന്ന വരൾച്ചയുടെ വലിയ ഇടകളാകാൻ സാധ്യതയുണ്ട്. നദികളും തടാകങ്ങളും വറ്റുന്നതോടെ ശുദ്ധജല മത്സ്യങ്ങൾക്കും ജീവിവർഗങ്ങൾക്കും വംശനാശം സംഭവിക്കും. ഇത് നമ്മുടെ ഭക്ഷണ ശൃംഖലയെ പൂർണ്ണമായും തകർക്കും. കാട്ടുതീകൾ നിയന്ത്രണാതീതമായി പടരുകയും വായുവിൽ ശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പുക നിറയുകയും ചെയ്യും. കാന്തിക ധ്രുവങ്ങളുടെ മാറ്റം. ഇതൊരു ദൃശ്യമാകാത്ത എന്നാൽ അതിഭീകരമായ ദുരന്തമാണ്. ഭൂമിയുടെ ഉള്ളിലെ ഉരുകിയ ഇരുമ്പിന്റെ ചലനം മൂലമാണ് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത്. ഏകദേശം 2 മുതൽ 3 ലക്ഷം വർഷങ്ങൾ കൂടുമ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും പരസ്പരം മാറാറുണ്ട്. അവസാനമായി ഇത്തരമൊരു മാറ്റം നടന്നത് 7,80,000 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് അടുത്ത മാറ്റം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത് കൃത്യമായ ഒരു സമയക്രമത്തിൽ നടക്കുന്ന ഒന്നല്ല. എന്നാൽ നിലവിൽ കാന്തിക ധ്രുവങ്ങൾ വേഗത്തിൽ നീങ്ങുന്നുവെന്നത് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ട്. ഈ മാറ്റം നടക്കുമ്പോൾ ഭൂമിയുടെ കാന്തിക കവചം താൽക്കാലികമായി ദുർബലമാകും. ഭൂമിയുടെ കാന്തിക മണ്ഡലമാണ് സൂര്യനിൽ നിന്നുള്ള മാരകമായ വികിരണങ്ങളിൽ നിന്നു നമ്മളെ സംരക്ഷിക്കുന്നത്. ഈ മാറ്റം നടക്കുമ്പോൾ കാന്തിക കവചത്തിന്റെ ശക്തി ഗണ്യമായി കുറയും. ഇത് വിമാന ഗതാഗതത്തെയും പക്ഷിമൃഗാദികളുടെ കുടിയേറ്റത്തെയും സാരമായി ബാധിക്കും. ഇത് ദുർബലമാകുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളിൽ വലിയ തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ശക്തമായ സോളാർ സ്റ്റോം ഉണ്ടായാൽ അത് ഭൂമിയിലെ മുഴുവൻ ട്രാൻസ്ഫോർമറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ഉപഗ്രഹങ്ങൾ പ്രവർത്തനരഹിതമാകും, ഇന്റർനെറ്റ് ഇല്ലാതാകും, ആഗോള വൈദ്യുതി ഗ്രിഡുകൾ കരിഞ്ഞുപോകും. കുറച്ചു സമയത്തിനുള്ളിൽ ലോകം 18ാം നൂറ്റാണ്ടിലെ അവസ്ഥയിലേക്ക് മടങ്ങും. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വൈദ്യുതി തടസ്സവും ഇന്റർനെറ്റ് ഇല്ലാത്ത ലോകവും സങ്കല്പിച്ചു നോക്കൂ. ഇതിനെ അതിജീവിക്കാൻ നമ്മുടെ ഡിജിറ്റൽ യുഗം ഇനിയും തയ്യാറെടുത്തിട്ടില്ല. മനുഷ്യശരീരത്തിന് നേരിട്ട് വലിയ കുഴപ്പമില്ലെങ്കിലും സാങ്കേതിക വിദ്യയെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ ജീവിതം പൂർണ്ണമായും സ്തംഭിക്കും.
ഇതെല്ലാം കേൾക്കുമ്പോൾ നിസ്സഹായാവസ്ഥയും ഭയവും തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഓർക്കുക, മനുഷ്യൻ അതിജീവനത്തിന്റെ വലിയ ചരിത്രമുള്ള ഒരു ജീവിവർഗമാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികളിലാണ് ഇരിക്കുന്നത്. എല്ലാ ദുരന്തങ്ങളെയും തടയാൻ നമുക്ക് കഴിയില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷേ ശാസ്ത്രീയമായ അറിവിലൂടെയും തയ്യാറെടുപ്പുകളിലൂടെയും നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ പ്രകൃതിയെ ബഹുമാനിക്കാൻ പഠിക്കുകയും ഒരു ഉപഭോഗവസ്തുവായി കാണുന്നത് നിർത്തുകയും വേണം. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, കാർബൺ വിസർജനം കുറയ്ക്കുക, കാലാവസ്ഥാ മാറ്റത്തെ ഗൗരവമായി കാണുക എന്നിവയാണ് നമ്മുടെ മുൻപിലുള്ള പോംവഴികൾ. ഭൂമി നമുക്ക് നൽകുന്ന ഓരോ ചെറിയ മുന്നറിയിപ്പും ഒരു അവസരമാണ്. നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കാനുള്ള അവസരം.